I am Donald Trump's worst nightmare as a progressive Muslim immigrant. न्यूयॉर्कर्स मुश्किल से अफोर्ड कर रहे हैं रोटी, कपड़ा और मकान. मैं ये सब बदलने के लिए लड़ रहा हूँ. അയ്യോ നാട്ടുകാരെ ഓടിവായോ, അമേരിക്കയിൽ ഇസ്ലാമിക രാഷ്ട്രം വന്നേ എന്നൊരു നിലവിളി ഒന്ന് ചെവിടെ ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയല്ലേ കേൾക്കാൻ പറ്റൂട്ടാ. അതന്നെ നമ്മള് സംഖ്യകൾ അമേരിക്കയിലേക്ക് നോക്കിയിട്ട് എക്സിൽ കിടന്ന് ഓളി ഇടുന്ന ശബ്ദമാണ് ഓ എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദമാണ് ഈ കേൾക്കുന്നത്. സാധാരണ നിലയിൽ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യൻ പേരുള്ള ഒരാള് വിദേശത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയാൽ നമുക്കെല്ലാം, പ്രത്യേകിച്ച് സംഘികൾക്ക് ഭയങ്കര അഭിമാനാണ്. അവരതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളും. ചോരനെ കുറിച്ചൊക്കെ കമലാ ഹാരിസ്, സത്യ നദേല, സുന്ദർ പിച്ചെ, വിവേക് രാംസ്വാമി, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസിന്റെ ഭാര്യ ഉഷ, ഇവരെയൊക്കെ രാവും പകലും ഇല്ലാതെ ആഘോഷമാണ്, അഭിമാനമാണ്, തറവാടിത്ത ഘോഷണമാണ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഋഷി സുനക്ക് UK പ്രധാനമന്ത്രി ആയപ്പോ ഇവിടെ അട്ടഹാസമായിരുന്നു, ഹാ 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 എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പദവി ഒരു ഇന്ത്യൻ വംശജന്റെ കൈപ്പിടിയിൽ എത്തുന്നുള്ള ഒരു മൊമെന്റ് ആണിപ്പോ. അത് ഉറപ്പായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ചിലർക്ക് തീരെ ആവേശമില്ല, നല്ല വിഷമമുണ്ട്. അതെ, ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനേഷൻ നേടിയ സോഹറാൻ മംദാനിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. My father, his family comes from Gujarat in India, and his family is Muslim. I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. അദ്ദേഹം പറയാണ്, എന്റെ വാപ്പയുടെ കുടുംബം ഗുജറാത്തിൽ നിന്നുള്ളവരാണ്, അദ്ദേഹത്തിന്റെ കുടുംബം മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്. വലിയൊരു മുസ്ലിം നരഹത്യ ആസൂത്രണം ചെയ്യാൻ നരേന്ദ്രമോദി സഹായിച്ചു. അതൊരു വലിയ മനുഷ്യ ഹത്യയായിരുന്നു. ഗുജറാത്തിൽ ഇനി മുസ്ലിങ്ങൾ അവശേഷിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ആഴമേറിയതായിരുന്നു ആ വംശഹത്യ. ഞാൻ ഒരു മുസ്ലിം ആണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഞെട്ടലായിരുന്നു, എങ്ങനെ രക്ഷപ്പെട്ടു വന്നോന്നായിരിക്കും അല്ലെ? ഇതാണ് അവസ്ഥ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നത് പോലെ തന്നെ ഈ വ്യക്തിയെയും കാണണം. ഇദ്ദേഹം യുദ്ധ കുറ്റവാളിയാണെന്നാണ് പറയുന്നത്. ഇതാണ് സോഹറാൻ മംദാനി. നെതന്യാഹു ന്യൂയോർക്കിൽ വന്നാൽ താനാണ് മേയറെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരു മടിയില്ലാത്ത ഒരു ലീഡറാണ് മംദാനി. As mayor, New York City would arrest Benjamin Netanyahu. സോഹറാൻ മംദാനി ചുറുചുറുക്കുള്ള വേറെ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ. 2018 മാത്രം അമേരിക്കൻ പൗരത്വം ലഭിച്ചയാളാണ്. ചലച്ചിത്ര സംവിധായിക മീര നായർ, അതോ നയ്യാറാണോ? കുറെ പേര് നയ്യാർ, കുറെ പേര് നായർ, നമുക്ക് നയ്യാർ എന്ന് പറയാം. രാഷ്ട്രീയ ചിന്തകനായ മഹ്മൂദ് മംദാനിയുടെ മകൻ. രണ്ടുപേരും ഇന്ത്യൻ വംശജർ. എന്നിട്ടും ഭാരതത്തിന്റെ ഗർവ് വിളിച്ചു പറഞ്ഞ് മേനികൊള്ളാൻ ഒരവസരവും പാഴാക്കാത്ത സംഖ്യകൾ നിശബ്ദരാണ്. ഈ നിശബ്ദതയുടെ കാരണത്തെക്കുറിച്ച് സോഹറാന്റെ ബാപ്പ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. 4 നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് തന്നെ, ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം. ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചാണ് നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും എന്ന വാർപ്പ് മാതൃകകൾ ഉണ്ടാകുന്നത് എന്നാണ് ആ പുസ്തകത്തിലെ ഒരു വാദം. എത്ര സത്യാണല്ലേ, ഒന്ന് ചുറ്റും നോക്കിയേ. ആരാ ഇപ്പൊ ഇവിടെ നല്ല മുസ്ലിം എന്ന് പറയുന്നത്? അബ്ദുള്ള കുട്ടി നല്ല മുസ്ലിമാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ചില മുസ്ലിങ്ങൾ പേരുള്ളവരുണ്ടല്ലോ, ഓലൊക്കെ വലിയ നല്ല മുസ്ലിമാണ്. ഏറ്റവും ചീത്ത മുസ്ലിങ്ങൾ ഇവിടെ ആരൊക്കെയാ? ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവർ, നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ, നെതന്യാഹുവിനെ വിമർശിക്കുന്നവർ, ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ചോർത്ത് ആശങ്കപ്പെടുന്നവർ, പലസ്തീനെ പിന്തുണയ്ക്കുന്നവർ. എന്തിനേറെ ഇപ്പൊ ഇറാനെ കുറിച്ച് പറഞ്ഞാൽ പോലും ചീത്ത മുസ്ലിം ആകാൻ വളരെ എളുപ്പമാണ്. ചിലപ്പോണ്ടല്ലോ ഒരു കഷ്ണം ബീഫ് നിങ്ങൾ കഴിച്ചാൽ പോലും നിങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ചീത്ത മുസ്ലിങ്ങളുടെ പട്ടികയിൽ വന്നേക്കാം ഇന്ത്യയിൽ. അതാണ് അവസ്ഥ. അപ്പൊ സോഹറാൻ മംദാനിയെ അങ്ങനെ ചീത്ത മുസ്ലിം എന്ന പട്ടികയിൽ ചേർത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് സംഘികൾക്ക് അദ്ദേഹത്തെ താല്പര്യമില്ലാതായത്? എങ്ങനെയാണ് അദ്ദേഹം ചീത്ത മുസ്ലിം ആയത്? വളരെ നിസ്സാരം. നമ്മൾ ആദ്യ വീഡിയോ കണ്ടു. അദ്ദേഹം പാലസ്തീനെ പിന്തുണയ്ക്കും. നെതന്യാഹു ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ഉറക്കെ വിളിച്ചു പറയും. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്നത് മനുഷ്യഹത്യയാണ്, വംശഹത്യയാണെന്ന് ഉറക്കെ പറയുന്നു. ഇസ്രായേലിനെയും അവരെ സഹായിക്കുന്ന കമ്പനികളെയും ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കയിൽ വളരെ പ്രചാരത്തിലുള്ള BDS മൂവ്മെന്റിന്റെ പ്രചാരകനാകുന്നു. പോരെ പൂരം, നല്ല ഒന്നാം തരം ബാഡ് മുസ്ലിം. ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയപ്പോൾ ഓടിവായോ, എല്ലാരും ഓടിവായോ, UK ഹിന്ദുരാഷ്ട്രം വന്നേ എന്ന് ആഘോഷിക്കാത്ത സംഘികൾ സോഹറാൻ മംദാനി ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ
അയ്യോ അമേരിക്കയിൽ ഇസ്ലാമിക രാഷ്ട്രം വരുന്നേന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലാണ്, അട്ടഹാസമാണ്. മുഖ്യധാര ഇന്ത്യൻ മാധ്യമങ്ങൾ അന്തരും ബദിരരുമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് മംദാനിയെ ആഘോഷിക്കുന്നില്ല, അവര് ഇയാളെ കാണാത്ത പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ അവഗണിക്കാനൊന്നും പറ്റുന്ന ആളല്ല കേട്ടോ. മറിച്ച് അവർ അമേരിക്കയിൽ ഇസ്ലാമിക രാഷ്ട്രം വരാൻ പോകുന്ന ആശങ്കയിലാണ് അവർ. അപ്പൊ നമ്മളത് ആഘോഷിച്ച് അതിന് ആക്കം കൂട്ടണ്ടെന്നായിരിക്കും. ഏറ്റവും വലിയ തമാശ എന്താന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കയിൽ കിടന്ന് മൈ ഫ്രണ്ട് ട്രംപ് നിലവിളിക്കുകയാണ്, അമറുകയും ചെയ്യുന്നുണ്ട്. 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് ട്രംപ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മംദാനിയെ കുറിച്ച് പറയുന്നത്, മംദാനിയെ കാണാൻ ഒരു രസമില്ല, ഭയാനക രൂപം, ഈർഷ്യയുണ്ടാക്കുന്ന ശബ്ദം, മണ്ടന്മാരുടെ നിരയാണ് അയാളെ പിന്തുണയ്ക്കുന്നത്. പലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരൊക്കെ അയാളെ പിന്തുണയ്ക്കുന്നു. ഇങ്ങനെ ഒരാളെയാണ് ഡെമോക്രാറ്റുകൾ മേയറാക്കുന്നത്. അയ്യേ അയ്യേ എന്നാണ് ട്രംപിന്റെ അധിക്ഷേപം. അതെ, ബാഡ് മുസ്ലിം ആണ് മംദാനി എന്ന് ട്രംപും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ കണ്ണിലും മംദാനി ബാഡ് മുസ്ലിം ആണ്. ഇനി ഇയാൾ കമ്മ്യൂണിസ്റ്റ് വല്ലതാണോ എന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ ഭയങ്കര നല്ലൊരു നൊസ്റ്റാൾജിക് ട്വീറ്റ് എക്സിൽ മലയാളികൾക്ക് കണ്ടെത്താൻ പറ്റും. 5 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ മേയറായപ്പോൾ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ മംദാനി ഇട്ട ഒരു ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇതുപോലൊരു മേയറെ തന്നെയാണ് ന്യൂയോർക്ക് സിറ്റിക്കും ആവശ്യമെന്നാണ്. അപ്പോ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള സോഷ്യലിസ്റ്റ് നിരയിലെ വളർന്നു വരുന്ന നേതാവാണ് മംദാനി. ട്രംപ് പറഞ്ഞ പോലെ അല്ലെങ്കിലും ഫാസിസത്തിനെതിരെ, അത് ലോകത്ത് എവിടെയൊക്കെയുള്ള ഫാസിസമായാലും അതിനെതിരെ ശബ്ദമുയർത്തുന്നവർ എല്ലാ ഭരണാധികാരികളുടെയും അധികാരവർഗത്തിന്റെയും സമ്പന്ന വർഗത്തിന്റെയും ഒക്കെ കണ്ണില് വലിയ കരടായിരിക്കും. അമേരിക്കയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണ് മംദാനി. ട്രംപ് ഭരണകൂടത്തിന്റെ നീചത്തരങ്ങൾക്കെതിരെ കൂറ്റൻ റാലികൾ നയിക്കുന്ന മനുഷ്യനാ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാ. സാധാരണക്കാരുടെ പ്രതിനിധിയാണ്. ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയുടെ ചരിത്രത്തിലെ തന്നെ 3ാമത്തെ മുസ്ലിം പ്രതിനിധിയാണ്. വിലക്കയറ്റത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ, ഉയരുന്ന ജീവിത ചെലവിനെതിരെ, അമേരിക്കയിലെ പാവങ്ങളും ഇടത്തരക്കാരും താങ്ങുന്ന ഭീമമായ വീട്ടുവാടകയെക്കുറിച്ച്, ലോണിനെ കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, ഉറുദുവിൽ, സ്പാനിഷിലൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സാധാരണ മനുഷ്യർക്കിടയിലേക്ക്. ഈ ബാഡ് മുസ്ലിമിനെ ട്രംപും സംഘികളും ജൂതന്മാരും കുറച്ചധികം ഭയക്കേണ്ടി വരും. അമേരിക്കയിൽ എത്ര ജൂതന്മാരുണ്ട്, അവിടെയാണ് ഇദ്ദേഹം ജയിച്ചു കയറിയതെന്ന് ഓർക്കണം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രമുഖ നേതാവും മുൻ ന്യൂയോർക്ക് ഗവർണറുമായ ആൻഡ്രൂ കുമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. സൊഹ്റാൻ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് ജയിച്ചത്. ആൻഡ്രൂ ചില്ലറക്കാരനായിരുന്നില്ല, സമ്പന്നരുടെ പ്രമുഖരുടെ ഒക്കെ പിന്തുണയുള്ള വലിയ നേതാവാ. എന്നിട്ടും മംദാനി വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ ചിന്തകനായ മഹ്മൂദ് മംദാനിയുടെയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നയ്യാറുടെയും മകനാണ് സൊഹ്റാൻ മംദാനി എന്ന് മുമ്പ് പറഞ്ഞു. മിസിസിപ്പി മസാല, സലാം ബോംബെ, മൺസൂൺ വെഡിങ് തുടങ്ങിയ സിനിമകളുടെ സംവിധായികയാണ്. ഓസ്കാർ നോമിനി കൂടിയായ മീര. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് സൊഹ്റാൻ ജനിച്ചത്, തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിലാണ് മംദാനി കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത്. ഈ മിസിസിപ്പി മസാലയുടെ സിനിമയുടെ വർക്കിലായിരുന്നു അന്ന് മീര. ഈ വർഷത്തിലാണ് സിറിയൻ കലാകാരിയായ ഈ വർഷം തുടക്കം ദുവാജിയെ വിവാഹം കഴിച്ച് 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം കുടിയേറ്റ മേയറാകാൻ പോവുകയാണ് സൊഹ്റാൻ മംദാനി. 1991 സൊഹ്റാൻ മംദാനി ജനിച്ചത്. ഈ അമ്മമാരുടെ ഗർഭാവസ്ഥ കുഞ്ഞുങ്ങളെയൊക്കെ സ്വാധീനിക്കുമെന്ന് നമ്മൾ പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട്. അന്ന് മീര വാർത്തകളിൽ കത്തി നിൽക്കുകയായിരുന്നു. മിസിസിപ്പി മസാല സിനിമ ഇറങ്ങിയ വർഷമാണ്. അപ്പൊ അവര് ഉഗാണ്ടയിൽ പോയി ഗവേഷണം നടത്തി അവിടുന്ന് അച്ഛനെ കണ്ട് കല്യാണം കഴിച്ച് മീര നായരുടെ മകൻ ബാഡ് മുസ്ലിം ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എഴുതിയ ആളുടെ മകൻ. ഇങ്ങനെയൊക്കെ ലാഭം കഴിയും അല്ലെ? ചുറ്റുമുള്ള മനുഷ്യരെ കാണാതിരിക്കാൻ, ലോകത്തിലെ പീഡിതരുടെ വേദന കാണാതിരിക്കാൻ അദ്ദേഹത്തിന് ശരിക്കും കഴിയില്ല. അമേരിക്കയ്ക്കും ലോകത്തിനും പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഇത്തരം മനുഷ്യർ ഉയർന്നു വരുന്നത്. അമേരിക്ക എന്നും ട്രംപിന്റെ തറവാട്ട് സ്വത്തൊന്നും ആയിരിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിലുണ്ട്. ചില കാലത്ത് മമദാനിമാരുടേതും കൂടിയാകാൻ പോവുകയാണ് അമേരിക്ക. നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടുകൊണ്ട് അവസാനിപ്പിക്കാം. I was born in Kampala, Uganda, in East Africa. I was given my middle name Kwame by my father, who named me after the first prime minister of Ghana. And decades ago, in Uganda, we won our independence from the British in 1962. അദ്ദേഹം പറയുകയാണ്,
ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഈസ്റ്റ് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലുള്ള കംപാലയിലാണ് ജനിച്ചത്. എന്റെ പേരിലുള്ള ക്വാമി എന്നത് ഘാനയിലെ ആദ്യ പ്രധാനമന്ത്രിയോടുള്ള ആദര സൂചകമായിട്ട് എന്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ച ഒരു സെക്കൻഡ് നെയിമാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് 1962 ഉഗാണ്ട ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അന്ന് സ്വാതന്ത്ര്യത്തിനുള്ള സമ്മാനമായി നമ്മുടെ അമേരിക്ക ഉഗാണ്ടയിലെ സർക്കാരിന് 23 സ്കോളർഷിപ്പുകൾ നൽകി അമേരിക്ക. എന്റെ പിതാവ് അതിലെ ഒരു സ്കോളർഷിപ്പ് നേടിയാണ് ഇവിടെ ഈ രാജ്യത്ത് കാലുകുത്തുന്നത്. പിറ്റ്സ്ബർഗ് സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ടാണ് അദ്ദേഹം അമേരിക്കയിലെത്തുന്നത്. പഠനം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്റെ പുസ്തകത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ വരാന്തകളിൽ ഒരു വലിയ ചോദ്യം പ്രതിധ്വനിക്കുന്നത് കേട്ടു. നിങ്ങൾ ഏത് പക്ഷത്താണ്? നിങ്ങൾ ഏത് പക്ഷത്താണ്? നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു? ഇത് സ്റ്റുഡന്റ് നോൺ വയലന്റ് കോർഡിനേറ്റിംഗ് കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളുടെ സ്വരമായിരുന്നു. അവര് വിദ്യാർത്ഥികളെ മോൺഗോമറി അലബാമയിലേക്ക് കൊണ്ടുപോകാനുള്ള ബസ്സിലേക്ക് ആഹ്വാനം ചെയ്ത് വിദ്യാർത്ഥികളെ കയറ്റുകയായിരുന്നു. എന്റെ പിതാവും അവരോടൊപ്പം ആ ബസ്സിൽ കയറിപ്പോയി. അദ്ദേഹം ജാഥയിൽ പങ്കെടുത്തു. ജലപീരങ്കികൾ ഉപയോഗിച്ച് അവർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി, ജയിലിൽ അടച്ചു. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ അനുവദിക്കപ്പെട്ടു. അദ്ദേഹം അമേരിക്കയിലുള്ള ഉഗാണ്ടൻ അംബാസഡറെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു തന്നെ ജയിലിൽ നിന്ന് ഇറക്കി തരാൻ പറ്റുമോ എന്ന്. നിങ്ങൾ ജയിലിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ പഠിക്കാൻ വേണ്ടിയല്ലേ അമേരിക്കയിൽ അയച്ചതെന്നായിരുന്നു അംബാസഡറുടെ തിരിച്ചുള്ള ചോദ്യം. അതിനെന്റെ പിതാവ് നൽകിയ മറുപടി, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് അയച്ചത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള പാരിതോഷികമായിട്ടാണ്. പഠിക്കാനുള്ള അവസരമായി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അയച്ചാണല്ലോ, സ്കോളർഷിപ്പ് കിട്ടി വന്നതാണല്ലോ. എന്നാൽ അവർ ഇവിടെ അവരുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടുകയാണ്. രണ്ടും ഒന്നു തന്നെയല്ലേ എന്നാണ് ആ ചോദ്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യവും അതിനുവേണ്ടിയുള്ള പോരാട്ടവും പരസ്പരം ഇഴചേർന്നതാണെന്ന, ഒത്തുചേർന്ന് കിടക്കുന്നതാണെന്ന വിശ്വാസമാണ് എന്നെ വളർച്ചയിൽ എനിക്കുണ്ടായ ചിന്ത. ഇന്ന് ഈ നഗരം മുഴുവനും നോക്കിക്കാണുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വില എന്നത് അത് നടപ്പാക്കാനുള്ള നമ്മുടെ കഴിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് അതെന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പേ പോയ മനുഷ്യർ, ലീഡർമാർ, നേതാക്കന്മാർ, ഇപ്പോൾ ഞാനടക്കം ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം വന്നു പറയുന്നു, ഇതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമെന്ന്. എന്നാൽ അവർക്കാർക്കും ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കിങ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാനായിട്ടില്ല ഇതുവരെയും. ഒരു ഹാംബർഗർ വാങ്ങി തിന്നാനുള്ള കഴിവില്ലെങ്കിൽ, ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് അവകാശം ലഭിക്കുന്നതിൽ എന്തു മെച്ചമാണുള്ളത്? നിങ്ങൾക്ക് ഭക്ഷണശാലയിൽ കയറാൻ പറ്റും, പക്ഷെ കയ്യിൽ പൈസ ഇല്ല ഒരു ഹാംബർഗർ വാങ്ങാൻ. ന്യൂയോർക്കിലുള്ളവർക്ക് ഇവിടെ താമസിക്കാനുള്ള സാമ്പത്തിക ഗതിയില്ലെങ്കിൽ പിന്നെ ഈ നഗരം ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാണെന്ന് പറയുന്നതിൽ എന്ത് ഗുണമാണ് നമുക്കുള്ളത്? നമ്മുടെ ജനങ്ങൾക്ക് അവരുടെ വാടക അടയ്ക്കാനാവുന്നില്ലെങ്കിൽ, ഗ്രോസറികൾ വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, കുട്ടികളെ നോക്കാനുള്ള കഴിവ് ഈ സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ, എന്തിനു പറയുന്നു വെറും $2.90 അവരുടെ മെട്രോ കാറിന് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, മെട്രോയ്ക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ എന്ത് നന്മയാണുള്ളത്? നമ്മൾ ഒരിക്കൽ സ്നേഹിച്ച ഈ നഗരത്തെ ഒരു മ്യൂസിയമാക്കി മാറ്റുന്നു എന്നല്ലാതെ അതിൽ എന്ത് ഗുണമാണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെ, അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തുടരും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സംഖ്യകളെ ട്രംബളിയ പണിവാളി കേട്ടോ.